അപ്പൊ അങ്ങനെ ഓണത്തിന്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്, രാവിലെ ചോറ് വേവിച്ചു വെച്ചു, കടല വേവിച്ചു വെച്ചു, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു സൈഡില് ഒരാൾ പച്ചക്കറി അരിയുന്നുണ്ട്, ഇനി ഒരു സൈഡിൽ ഒരാൾ TV കണ്ടുകൊണ്ട് തേങ്ങ തിരുവുന്നുണ്ട്. അങ്ങനെ ഇന്ന് എന്തായാലും അപ്പൂസ് എനിക്ക് തേങ്ങ തിരുവി തരാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അപ്പൂസ് തേങ്ങ തിരുവുന്നുണ്ട്. പിന്നെ എൻ്റെ കെട്ടിയോൻ എനിക്ക് പച്ചക്കറി എല്ലാം അരിഞ്ഞു തരുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ ഓൺ ചെയ്തപ്പോഴത്തേന് എൻ്റെ കെട്ടിയ സൈഡിലോട്ട് പോയി കേട്ടോ. ഈ സൈഡിലൊന്നും ഉള്ള ആളേ അല്ല. ഓക്കെ, എന്നാലും ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ആ വീഡിയോ എവിടുന്നെങ്കിലും ഒന്ന് പിടിച്ച് ഇടയ്ക്ക് ഇടുന്നതായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ എവിടുന്നെങ്കിലും അറിയാതെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞാൻ രാവിലെ കൂട്ടുകറിക്കുള്ള ഏത്തക്ക ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നു. രാവിലെ നേരത്തെ എണ്ണീക്കണമെന്നൊക്കെ വിചാരിച്ചു. 5 മണിക്ക് ഞാൻ ഉണർന്നു കേട്ടോ. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എഴുന്നേറ്റപ്പോഴത്തേനും 5-5:30 പിന്നെ എണ്ണീറ്റ് ഒന്ന് ഫ്രഷപ്പായി വന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അരിഞ്ഞ് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പം ഒരുമിച്ച് അടപ്പിലോട്ട് ഓരോന്നോരോന്നങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛൻ ഇപ്പം അവിയലിന് അരിയുന്നു കേട്ടോ. അവിയലിന് അരിയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. എല്ലാം ചെറുതായിട്ട് നല്ല എന്താ പറയുക നീളത്തിലൊക്കെ അരിയണമല്ലോ, കനം കുറച്ചൊക്കെ. അതുകൊണ്ട് ആ പണി അച്ഛയ്ക്ക് കൊടുത്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടുള്ള മറ്റുള്ള പണികൾ ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഓരോരോ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, അങ്ങനെ പല സംഭവങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം എത്രത്തോളം ആവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും വിചാരിച്ചത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. എന്തൊക്കെയാ പാചകം, എന്താ ഏതാന്നുള്ള ഒരു മൊത്തത്തിലൊരു വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവെക്കാം കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ കൂട്ടുകറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞ് ഇതൊന്ന് അടപ്പിലോട്ടൊന്ന് വെക്കട്ടെ. ഇവിടെ ഒരാൾ തേങ്ങ തിരുമാൻ കൊടുത്തിട്ട് എത്ര നേരമായെന്നറിയാമോ? കണ്ടോ, അവിടെ TV വെച്ചിട്ട് എത്ര സുഖമായിട്ട് കുത്തിയിരിക്കുമെന്നറിയാമോ? ഇപ്പം ഞാൻ എന്നെ നോക്കി കഴിഞ്ഞപ്പോൾ തേങ്ങ തിരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്ര നേരം എടുക്കുമെന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ അവിയലിന് അരിയുകയാണ്. അവിയലിന് അരിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിയലിന് അരിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരു പാത്രം നിറയായി. ഞാൻ വിചാരിച്ചു കുറച്ചേ ഉണ്ടാകത്തോളം എന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞ് വന്നപ്പം ഒരു പാത്രം നിറയെ അവിയൽ. വേറെ എന്ത് പച്ചക്കറി അരിഞ്ഞാലും ഇത്ര ആവത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം നിറയുണ്ട്. പക്ഷെ വേഗം കുറച്ച് താഴ്മായിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇങ്ങനത്തെ അബദ്ധം പറ്റാറുണ്ടല്ലോ. അവിയലിന് മാത്രം നമ്മൾ അരിഞ്ഞ് വരുമ്പോഴത്തേന് ഒരു കൊട്ടയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് വേവിച്ച് ഇത് ചെയ്യണം. അപ്പോൾ കൂട്ടുകാർക്കുള്ളത് വേവുന്നുണ്ട്. ചോറ് വേവിച്ച്, ചോറിന് ഒരു ട്രിപ്പ് കൂടെ വെക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ. എൻ്റെ മൂത്ത മോൻ്റെ ഫ്രണ്ട്സ് എപ്പോഴാണ് ലാൻഡ് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവന് നേരത്തെ ഒന്നും പറയത്തില്ല ആരെങ്കിലും വരുന്ന കാര്യം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും. പിന്നെ കറികളൊക്കെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ പറയാം കേട്ടോ. ഓരോരോ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവിയൽ പരുവത്തിലായി. അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് അവസാനം എന്താ ചേർക്കാനുള്ളത്? പച്ച വെളിച്ചെണ്ണ. ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഈ അവിയലിന്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്, അല്ലേ? ശരിയല്ലേ? എന്നിട്ട് അതിന്റെ കൂടെ ഞാനൊരു 2-3 കതിർപ്പ് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് അടച്ചു വെക്കും. അപ്പൊ ആ ചൂടിന് ആ കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. അപ്പൊ എൻ്റെ അവിയൽ റെഡിയായേ. അത് കഴിഞ്ഞ് ഇനി അടുത്ത കൂട്ടുകറിക്കുള്ളത് ചേർക്കട്ടെ. മസാല എല്ലാം വേവിച്ച് വെച്ചേക്കുവാണ്. എൻ്റെ അച്ഛയുടെ അവസാനത്തെ പണിയാണ് ഇത് കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കൽ. പായസത്തിന് വേണ്ടുന്ന തേങ്ങാപ്പാൽ എടുക്കുന്ന അച്ഛയാണ്. അങ്ങനെ എൻ്റെ പാചകങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങി. എൻ്റെ അടപ്രഥമനായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ ഒന്ന് കുറുവാനുണ്ട്. എന്നാൽ കൂടി എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 11:45 ഓക്കെ. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുളിച്ച് എൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങണം. അതിന് പിന്നെ ഇനി കുറച്ച് നേരത്തിൽ 10-15 മിനിറ്റത്തെ പണിയും കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് എന്തായാലും എല്ലാം ക്ലോസ് ആവും. ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം കാച്ചണം. ബാക്കി എല്ലാ കാര്യമായി കേട്ടോ. എൻ്റെ സദ്യയുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാം. അപ്പൊ ഈ പായസം കൂടെ ഒന്ന് ആയിക്കോട്ടെ. എൻ്റെ കൂട്ടുകാർ ഈ വലിയ ചരുവം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിന് പാതിയോളേ ഉള്ളൂ പായസം. പക്ഷെ വേറെ പാത്രം ഒന്നും കട്ടിയുള്ളത് കിട്ടിയില്ല. ഞാൻ ആക്ച്വലി ആദ്യം സ്റ്റീലിന്റെ പാത്രത്തിനകത്താണ് പായസം ഞാൻ വെച്ചത്. പായസം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ അടിയിൽ പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് അടിയിൽ പിടിക്കാൻ തുടങ്ങിയല്ലോ, എന്നാ ഇനി ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പാത്രം വെച്ചത്. അപ്പൊ നോക്കിയപ്പോ എൻ്റെ അടുത്ത്
ഈ കട്ടിയുള്ള പാത്രം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. പക്ഷെ എങ്കിൽ ഇച്ചിരി വലിപ്പമുണ്ട്. എന്നാൽ കൂടി സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പായസം ഇളക്കിയിട്ട് ഇത് ചെയ്യാം. പിന്നെ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചരുവത്തിനകത്ത് എടുത്തത് കേട്ടോ. അല്ലാതെ ഇത്ര വലിപ്പത്തിലുള്ള ചരുവം നിറയൊന്നും പായസം ഉണ്ടാക്കുന്നില്ല. ഓക്കെ. അപ്പൊ എന്റേത് ഇന്നത്തെ പായസം അടപ്പായസമാണ്. നാളെ വേറെ എന്തെങ്കിലും പായസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ അടപ്പായസത്തിൽ പോട്ടെന്ന് വിചാരിച്ചു. 2 പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പായസം ഉണ്ടാക്കാം, നാളെ വേറെ ഒരു പായസം ഉണ്ടാക്കാം. പാല് വെച്ചിട്ട് വല്ല സേമിയോ അല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് പായസം എന്തെങ്കിലും നാളെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും തിരുവോണത്തിന് അടപ്രഥമനാവട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഈ അടപ്രഥമനകത്ത് പഴവും പപ്പടവും ഒക്കെ ഇട്ടിട്ട് ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്ന എപ്പോഴും ഓണ സമയത്താണ്. അപ്പൊ ഇന്ന് ഒരുപാട് സംഭവങ്ങൾ സദ്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഒന്ന് ആവണം. അത് കഴിഞ്ഞ് പപ്പടം കൂടെ കഴിച്ചാൽ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് റെഡി ആവാൻ. അപ്പൊ ഈ പായസം ഒന്നുകൂടെ ഒന്ന് റെഡി ആവട്ടെ. ഞാൻ അടപ്പായസം വെച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആദ്യം ഞാൻ എന്നാ ചെയ്തു, കുക്കറിനകത്ത് ചൗരി വേവിച്ചു. അത് കഴിഞ്ഞിട്ട് അട തിളച്ച വെള്ളത്തിനകത്തൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ട് ഒന്ന് കഴുകിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒരു വിസിൽ അടുപ്പിച്ചു കേട്ടോ. ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഞാനത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് എന്നിട്ട് എന്നാ ചെയ്തു, പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഈ ചൗരിയും വേവിച്ച അടയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് 3ാമതിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു. എന്നിട്ട് അത് ഇട്ടൊന്ന് കുറുക്കി ഒന്ന് ഇതായി കഴിഞ്ഞു. അതിനകത്തോട്ട് ഞാൻ ശർക്കര പാനി ഒഴിച്ചു. ശർക്കര പാനിക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പൊ അതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയപ്പോൾ 2ാം പാൽ ഒഴിച്ചു. ഇനി ഇതിൽ 1ാം പാൽ ഒഴിച്ചിട്ടില്ല, 1ാം പാൽ ഒഴിക്കണം. 1ാം പാല് ലാസ്റ്റ് ഒഴിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിനകത്ത് ലാസ്റ്റിൽ എന്നാ ഇച്ചിരി ഞാൻ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചിടും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തിടുക. ഇങ്ങനെയാണ് ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഫുള്ള് വീഡിയോ തന്നെ കൂട്ടുകാരെ കാണിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞത് കേട്ടോ. എന്റെ കൂട്ടുകാരൻ മനസ്സ് വിചാരിക്കത്തില്ലേ, ഇന്ന് ഓണമായിട്ട് ഒരു പാചകം ഇന്ന് കാണിച്ചു തന്നില്ലെന്ന് പറയത്തില്ലേ. ആ പരാതി ഉണ്ടാവാതിരിക്കാന് ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എന്റെ കൂട്ടുകാരോട് പറഞ്ഞു തന്നത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര മേടിച്ചതാണേ. അതൊരു എന്താ പറയുന്നത്, ഒരു കറുത്ത കളറായിപ്പോയി നാട്ടിലത്തെ ശർക്കര. അപ്പൊ കുറച്ചും കൂടെ 1ാം പാലും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് മധുരമൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ ഇത് ഇച്ചിരി ഒന്ന് കുറുവണം. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഈ പായസം ഉണ്ടാക്കുന്നതിന്. ബാക്കി പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. അപ്പൊ ഇതാവട്ടെ. അപ്പൊ 12 മണി ആയപ്പം എന്റെ പാചകം മുഴുവനും കഴിഞ്ഞു കേട്ടോ. ഇനി ഈ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുക, സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറണം. എനിക്ക് ഈ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തീർത്തിട്ട് ലാസ്റ്റാണ് കുളിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഡ്രസ്സിനകത്തൊന്നും അഴുക്കാവത്തില്ലല്ലോ. പിന്നെ വരുന്നവർക്ക് അങ്ങ് ആഹാരം വിളമ്പി കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് പക്ഷെങ്കിൽ ഇത്രയും പാചകം ചെയ്തപ്പോഴത്തേന് എന്റെ സ്റ്റൗവിന്റെ അവസ്ഥ കണ്ടോ. ഇതിന്റെ മുകളിലൊക്കെ വീണിട്ടേ ഇനി ഇതൊക്കെ വൃത്തിയായിട്ടൊന്ന് കഴുകി തുടച്ചൊന്ന് ക്ലീൻ ചെയ്യണം. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞായിട്ട് ഇനി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി. പക്ഷെങ്കിൽ ഇത്രയും നേരത്തെ പണി കഴിയാനുള്ള മെയിൻ കാരണം എന്റെ അച്ഛയാണ്. പാവം എനിക്ക് എല്ലാം അരിഞ്ഞു തന്നു. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്ത് തന്നു, പാത്രങ്ങൾ കഴുകി, ഒത്തിരി പണി ചെയ്തു തന്നു കേട്ടോ. ആളോട് കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ സമയത്ത് എനിക്ക് തീർക്കാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. പിന്നെ അച്ഛൻ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുന്ന ദിവസം അച്ഛൻ എന്റെ കൂടെ അടുക്കളയിൽ കയറും. അല്ലാത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേ വേണ്ട കേട്ടോ. അല്ലാത്ത ദിവസം അരിയാനും ഉണ്ടാവത്തില്ല, പറക്കാനും ഉണ്ടാവത്തില്ല. പക്ഷെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ക്രിസ്മസ് ആയാലും ഓണം ആയാലും ഈസ്റ്റർ ആയാലും ആ സമയത്തൊക്കെ ആള് ഫുള്ള് അടുക്കളയിലായിരിക്കും. എനിക്ക് എല്ലാ കാര്യം ചെയ്തു തരും. പാത്രം കഴുകിയും. കാരണം വെച്ചാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ വീഴുമല്ലോ. അതുകൊണ്ട് അതെല്ലാം ചെയ്തു തരും കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുളിച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരെ കണ്ടു. അപ്പൊ എന്റെ ഓണക്കൊടി എന്റെ കൂട്ടുകാർ കണ്ട. ഇതാണ് എന്റെ ഓണക്കൊടി. ഫുള്ളായിട്ട് കാണിക്കാൻ ഞാനേ. അപ്പം എന്താ പറയുക, നമ്മുടെ ഓണസദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ എന്തൊക്കെ സദ്യ ഉണ്ടാക്കിയെന്ന് എന്റെ കൂട്ടുകാർക്ക് കാണണ്ടേ. എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നോക്കാം. ചിപ്സ്, അത് കഴിഞ്ഞിട്ട് ശർക്കര വരട്ടി, പരിപ്പ് കറി, അത് കഴിഞ്ഞിട്ട് ചോറ്, ചുമന്നരി ചോറ് വെച്ചിട്ടുണ്ട്, പച്ചരിച്ചോറ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാങ്ങ അച്ചാറ്, പിന്നെന്നാ ക്യാബേജ് തോരന്, സാമ്പാറ്, അവിയല്, പിന്നെന്താ ഉള്ളത്, നാരങ്ങ അച്ചാറ്, മോര് കറി, പിന്നെ കൂട്ടുകറി, പിന്നെന്താ ഇഞ്ചിക്കറി,
അത് കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ട് പച്ചടി, അത് കഴിഞ്ഞ് പിന്നെന്താ വെള്ളരിങ്ങ പച്ചടി, പിന്നെ നമ്മുടെ ഫേവറേറ്റ് പായസം, പപ്പടം കാച്ചി. ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ. ഓക്കെ, എൻ്റെ കൂട്ടുകാർ കണ്ടോ ഞങ്ങളുടെ അത്തപ്പൂ. ഞാൻ ഇത്രയും തരത്തിലുള്ള പൂക്കൾ മേടിച്ചായിരുന്നു ഇതേ കളറിൽ. ഇതെൻ്റെ മൂത്ത മകൻ്റെ ക്രിയേഷനാണ് കേട്ടോ. അവനാണ് ഈ അത്തപ്പൂ ഇട്ടത്. അവൻ അത്തപ്പൂ ഇടുന്ന സമയത്ത് എനിക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കി രണ്ടുപേരും ഓണക്കോടി ഉടുത്ത് ഇരിക്കുന്നുണ്ടല്ലേ, മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കടേ. ഇയാൾ ഇപ്പുറത്തോട്ടിരിക്കും. ഇയാളെ എന്താ പറയുന്നത്, ലൈറ്റ് അടിക്കുന്നതുകൊണ്ടൊരു ഇത് പോരാ, അവിടോട്ടിരിക്കും. ഇപ്പം കണ്ടോ, അനിയൻ പാവ ചേട്ടൻ പാവ അല്ലേ. എനിക്ക് വയ്യ, എന്താ വേണേ ഇനി. രണ്ടൊരു മുണ്ടൊക്കെ കൊടുത്തിട്ട് ഫുള്ള് സെറ്റാട്ടോ. ഇനി ഒരാൾ കണ്ട ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടിരിക്കുക. അപ്പം സദ്യയൊക്കെ റെഡിയാണ്. അപ്പം നമുക്ക് സദ്യ കഴിച്ചാലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആക്ച്വലി വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും വരുന്ന ലേറ്റ് ആവുന്നു, എല്ലാവരും വൈകുന്നേരം സദ്യക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും സദ്യ കഴിക്കാൻ തുടങ്ങുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. സൺഡേ ആയതുകൊണ്ട്, സൺഡേ പിന്നെ ഈ രാവിലെ കഴിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. അതിൻ്റെ കൂടെ ഇന്ന് പിന്നെ ഈ സദ്യ ഒരിക്കലൊക്കെ ആയതുകൊണ്ട് പിന്നെ കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം 2 മണിയാവുന്നു. അപ്പോൾ ഇനി ആരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 4 പേരുടെ ടേബിളിൽ ഒന്ന് ഇല വിരിച്ച് 4 പേരോട് ഒരുമിച്ചൊന്ന് സദ്യ കഴിക്കട്ടെ. സദ്യ കഴിക്കാൻ വേണ്ടി ആദ്യം ഇല ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യക്ക് വിളമ്പുന്ന രീതിയിലുള്ള വിളമ്പലൊന്നുമല്ല, നമുക്കറിയുന്ന രീതിയിൽ എന്താ ആദ്യം കൈ കിട്ടിയത് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് വിളമ്പി. ആദ്യം ഇഞ്ചിക്കറിയും അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ അച്ചാറും ഒക്കെയാണ് വിളമ്പിയത്. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിലാണ് പിന്നെ ഓർത്ത് അയ്യോ ചിപ്സും ശർക്കര വരട്ടിയൊന്നും വിളമ്പിയില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെയാണ് ശർക്കര വരട്ടിയും ചിപ്സൊക്കെ വിളമ്പിയത്. അപ്പം എൻ്റെ മൂത്ത മകൻ പറയുമായിരുന്നു ഇത് ആദ്യം വിളമ്പട്ടുന്നേ അമ്മാന്ന്. ഞാൻ പറഞ്ഞത് ആദ്യം വിളമ്പട്ടുന്നേ, നമ്മളിത് കൃത്യതയോടുകൂടിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് അങ്ങ് വിളമ്പുക. ഏത് സാധനം കൈ കിട്ടുന്നോ അത് ആദ്യമേ അങ്ങ് വിളമ്പുക. അങ്ങനെ അവൻ അവിയൽ വേണ്ടാന്ന് പറഞ്ഞ് ഇവന് ഇച്ചിരി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വെച്ചും ഒരുവിധം എല്ലാം ഇത് ചെയ്ത് കണ്ട് എൻ്റെ മൂത്ത മകന് അവൻ്റെ പപ്പയുടെ ഇതിനകത്തുനിന്ന് പപ്പടം അടിച്ചു മാറ്റി. അയാൾ വിചാരിച്ച് ആരും കണ്ടില്ലെന്ന്, പക്ഷെ നമ്മളിപ്പം കണ്ടു. അത് കഴിഞ്ഞിട്ട് ചോറ് വിളമ്പി. എന്നിട്ട് പരിപ്പും പപ്പടവും കൂട്ടിയാണ് ആദ്യത്തെ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൂ സാമ്പാറും മോരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവന് ആ പപ്പടം എടുത്ത് പപ്പ അറിഞ്ഞിട്ടില്ലെന്നുള്ള ഒരു ഇതാണ് അയാൾ എപ്പോഴും കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എൻ്റെ മൂത്ത മകൻ എപ്പോഴും പരിപ്പിൻ്റെ കൂടെ നെയ്യ് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ അവന് ഒരു പപ്പടം കൊടുത്തപ്പം അവന് മറ്റവന് പപ്പടം ഒന്നുകൂടെ വേണോടാന്ന് വെച്ചപ്പോൾ ഇല്ലില്ല എനിക്ക് 2 പപ്പടം എൻ്റെ തൊണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അവൻ്റെ പപ്പയുടെ പാത്രത്തിൽ നിന്ന് എടുത്തിയാന്നുള്ളത് പപ്പയ്ക്ക് മനസ്സിലായിട്ടില്ല. അതിനാണ് അവൻ ചിരിക്കുന്നത്, കൊച്ചു കള്ളൻ. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന്. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടെ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും ഞങ്ങൾ വിളമ്പി. അങ്ങനെ ഞങ്ങൾ സദ്യ വിളമ്പി. നമുക്ക് വിളമ്പി തരാൻ ആരും ഇല്ലെന്നുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇല ഇട്ടിട്ട് അങ്ങനെ വിളമ്പിയതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്നുള്ളത്. ഞാൻ ആൾറെഡി നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ അതെല്ലാം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരിപ്പും പപ്പടം ആദ്യം വിളമ്പിയത്. അപ്പോൾ ഈ പരിപ്പും പപ്പടവും കൂട്ടിയിട്ട് പിന്നെ സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ കൂട്ടുകറി എല്ലാം ഇന്ന് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. വർഷത്തിലൊരിക്കലല്ലേ നമ്മൾ ഇതുപോലെ ഇല ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുന്നത്. അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. ഓണത്തിന് എല്ലാവരും കൂടിയിരുന്ന ഒരു സദ്യ കഴിക്കുമ്പോൾ ജീവിതത്തിൽ അത് കിട്ടുന്ന ഒരു സന്തോഷം വേറെന്നാണ്. അപ്പം ഞങ്ങൾ ഈ സദ്യ ഒന്ന് കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാളും കൂടി ഞങ്ങളുടെ ലഞ്ചിന് വന്ന് ജോയിൻ ആയി കേട്ടോ. എൻ്റെ കസിനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ വന്നിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് എൻ്റെ മൂത്ത മകൻ എൻ്റെ ഒരു സ്റ്റോറി പറയുക. ഞങ്ങൾ കേട്ട് ചിരിച്ച് ഞങ്ങളുടെ ഊപ്പാട് വന്നു. അതേ രീതിയിലാണ് എൻ്റെ മോൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ. അയാൾ എന്തോ കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ ഭയങ്കര ആക്ഷനൊക്കെ എടുത്തിട്ട് നമ്മളോട് പറയുക. അപ്പോൾ ഞങ്ങളിത് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ച് ഞങ്ങളുടെ ഊപ്പാട് വന്നു. ചില സമയങ്ങളിൽ ഇങ്ങനെ തമാശ പറയും കേട്ടോ, എപ്പോഴും പറയത്തൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഓണം സദ്യയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താ പറയുന്നത് ഞങ്ങളെല്ലാവരും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ ഓണ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓണസദ്യയൊക്കെ കഴിച്ച് ലാസ്റ്റ് കുറച്ച് അടപ്രഥമനും
പപ്പടവും പഴമൊക്കെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത പായസമൊക്കെ കുടിച്ച് നല്ല എന്താ പറയുന്നത് സന്തോഷമായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഓണാഘോഷിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവരെ ടേക്ക് കെയർ, ബൈ.